കേശു മണ്ണെന്തിനാടാ വാരുന്നത്? അതോ ഈ ഐസ്ക്രീം പാത്രത്തിൽ വില്ലേജ് ഡയറി ഇല്ലേ, അതിൽ കമ്പ് വളർത്തുന്നു. പിന്നെ കമ്പിപ്പോൾ റെഡിയാവുന്നുണ്ട് ഗൈസ്. ചെടി നടുവാണോ? കമ്പ് നടുക. എന്ത് കമ്പ്? ഈ കമ്പ് മതി. എടി മതി മതി മതി. ഇല വെക്കേ. മതി. അത് കൊള്ളാം. അതെല്ലാം താഴെ കളഞ്ഞോ? പിന്നെ എങ്ങനെയാ ചെടി നടുന്നേ? പിന്നെ എന്തിനാ എത്ര നേരം കഷ്ടപ്പെട്ട് മണ്ണ് വാരിയത്? എന്തിനാടാ ഇത്ര നേരം കഷ്ടപ്പെട്ട് മണ്ണ് വാരിയത്? വട്ടാണല്ലേ? ചൊറി പിടിക്കും കേട്ടോ. ചൊറി പിടിച്ചാ കുഴപ്പമില്ലേ? അസുഖം വരും. ഇനി വാരത്തില്ലേ? എന്തെങ്കിലും ആവട്ടെ. മണ്ണിങ്ങനെ വാരരുത്, ചീച്ചിയാണ്. അതെന്ത്? അപ്പൊ ചെളിയിൽ ഇങ്ങനെ കുളിക്കാതെ ഇരുന്ന് ചെളിയിൽ വന്ന എന്ത് പ്രശ്നമില്ലല്ലോ? അതെന്താ? ചെളി മണ്ണ് വെച്ചാ ഉണ്ടാക്കിയേ. അമ്മയല്ലേ പറഞ്ഞേ കുളിക്കുന്ന നേരത്ത്, അവള് കുളിക്കാൻ പോകുന്ന നേരത്ത് അവള് ആ ചെളിയിലൊക്കെ കളിക്കുന്നത്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അമ്മ പറഞ്ഞ് അത് നല്ല മെഡിസിൻ ആണെന്ന്. ചെളി പ്രതിരോധമാണ് ചില സമയങ്ങളിൽ. നിങ്ങളത് ഉപയോഗിക്കാറില്ലല്ലോ. എപ്പോഴും ചെളി കളിക്കുന്ന കുട്ടികൾക്ക് അത് പ്രശ്നമല്ല. വല്ലപ്പോഴും കളിച്ചാൽ പണി കിട്ടും. അതെനിക്കറിയാം. ഇത് ഇത്രയും കഷ്ടപ്പെട്ട് വാരിയിട്ട് ദൂരെ കളയാനല്ലേ? അല്ല, ഇതിലിടാൻ. ഹായ് ഗൗരി. ഹായ് പറഞ്ഞേ. ഹായ് ബാലു. പീലി ചേച്ചിന്ന് പറ. ഹായ് പറഞ്ഞേ. ഹായ്. ഹായ് ബാലു എന്ന് പറ. ഹായ് പറ. ഹായ് പറ. ഹായ് പറയുന്നില്ലേ? പറയൂല.